നിയമലംഘനം നടന്നതെന്നും ആക്ഷേപമുയരുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. ഗുസ്തി താരം ബജ്രംഗ് പുനിയയ്ക്ക് സസ്പെൻഷൻ. ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചതിനാണ് പുനിയയെ നാഡ സസ്പെൻഡ് ചെയ്തത്. മാർച്ചിൽ സോനിപത്തിൽ നടന്ന ട്രയൽസിന് ശേഷം ഉത്തേജക മരുന്ന് പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാൻ താരം വിസമ്മതിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ മാസം പൂനിയയെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ അച്ചടക്ക സമിതി പിന്നീട് ഇത് റദ്ദാക്കി. ഉത്തേജക പരിശോധനയ്ക്കായി സാമ്പിൾ നൽകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ബജ്രംഗ് പൂനിയയെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ജൂലൈ 11-നകം വിശദീകരണം നൽകാനാണ് നാഡ ബജ്രംഗ് പൂനിയയ്ക്ക് അയച്ച നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ താൻ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചിട്ടില്ലെന്ന് പൂനിയ പ്രതികരിച്ചു. സാമ്പിൾ ശേഖരിക്കാൻ വന്ന ഉദ്യോഗസ്ഥർ കാലാവധി കഴിഞ്ഞ ടെസ്റ്റിംഗ് കിറ്റുകളാണ് ഉപയോഗിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു പൂനിയ പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചത്. അതേസമയം ഇപ്പോൾ ലഭിച്ച നോട്ടീസിനും കൃത്യമായ മറുപടി നൽകുമെന്നും നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ബജ്രംഗ് പൂനിയയുടെ അഭിഭാഷകൻ അറിയിച്ചു. താരം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും അഭിഭാഷകൻ പറഞ്ഞു. വനിതാ ഗുസ്തി താരങ്ങൾ പീഡന പരാതി ഉന്നയിച്ച ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷണെതിരെ ഡൽഹിയിൽ സമരം നയിച്ച താരമാണ് ബജ്രംഗ് പൂനിയ. നേരത്തെ ഇതേ കാരണത്തിന്റെ പേരിൽ ബജ്രംഗ് പൂനിയയെ താൽക്കാലികമായി വിലക്കിയ നടപടി മാർച്ചിൽ ആന്റി ഡോപ്പിംഗ് ഡിസിപ്ലിനറി പാനൽ റദ്ദാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായി കുറ്റം ചുമത്തിയാണ് നാഡ സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. കോപ്പ